എനിക്ക് നല്ലൊരു റിസൾട്ടായിരുന്നു. കാരണം ഒരു ഭയങ്കര പെയിനും ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ബോഡി പെയിൻ ഉണ്ടായിരുന്നു, ചെറുതായിട്ടുണ്ടായിരുന്നു. ബ്ലഡൊക്കെ നല്ല വേസ്റ്റ് ഉണ്ടായിരുന്നു, ബ്ലഡിലൊക്കെ നല്ല വേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരുപാട് ഇതുണ്ടായിരുന്നു. തലവേദന ഉണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നുണ്ട്. അതൊക്കെ മാറ്റമുണ്ട്. സ്കിന്ന് നല്ല ഇതായിരുന്നു. കഴുത്തൊക്കെ ഭയങ്കര കറുപ്പായിരുന്നു. മിക്കുള്ള ആൾക്കാർക്ക് നമ്മൾ ഈ കഴുത്തിൽ ഇത്രയും വണ്ണം വരുമ്പം എന്താണ് ബോഡി ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആവുന്നത് ഹോർമോൺ ഇംബാലൻസ് വരുന്നതുമാണ്. പക്ഷേ എല്ലാവരും ഇത് വിചാരിക്കുന്നത് തടിച്ചിരിക്കുന്നതാണെന്നാണ് വിചാരിക്കുന്നത്. ശരിക്കും ഇത് നീർക്കെട്ടാണ്. തലേന്ന് ഇൻഫ്ലമേഷൻ ഇറങ്ങി ബോഡിയിലോട്ട് വന്നിട്ട് ബോഡി നല്ല സ്റ്റിഫായി ബ്ലഡിൽ നല്ല വേസ്റ്റ് കയറുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ കപ്പിങ് ചെയ്ത് കൊടുത്താലേ ഇത് മാറത്തുള്ളൂ. എനിക്കത് മാറ്റമുണ്ട്. നല്ല ബ്ലാക്ക് ആയിരുന്നു, നല്ല ബ്ലാക്ക്, നല്ല കറുപ്പായിരുന്നു. പക്ഷേ അതൊക്കെ മാറിയിട്ടുണ്ട്. ഒത്തിരി ആൾക്കാർക്ക് അറിഞ്ഞുകൂടാതുണ്ട്. ഒരുപാട് ആൾക്കാർ ഈ ഫേസിലെ സ്കിന്ന് തന്നെ ഡാർക്കായി കരിഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇതിന് യൂറിക് ആസിഡ് കൂടുതലാണ്. ഒരു പ്രാവശ്യം കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു ഇൻഫ്ലമേഷൻ തലേന്ന് കൂടെ ഒക്കെ എടുത്ത് കളയുമ്പോൾ ഇൻഫ്ലമേഷൻ കുറച്ചും കുറയും. ലിവറിൻ്റെ ഫംഗ്ഷനൊക്കെ നല്ല ചെയ്യുന്നുണ്ട്. ഫാറ്റി ലിവർ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. ഇപ്പം നല്ല വ്യത്യാസമുണ്ട്. കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ് ഒന്നുമില്ല. യൂറിക് ആസിഡിൻ്റെ ഒരു പ്രോബ്ലം മാത്രമല്ല, എനിക്ക് അതിന് വെള്ളം കൂടി കുറവാണ് ഇപ്പോഴും. അതാണ് മെയിൻ എല്ലാ റീസൺ. വെള്ളം കുറച്ചുകൂടെ കുടിക്കണം. വെള്ളം കുടിച്ച് നമ്മൾ ബ്ലഡിലുള്ള വേസ്റ്റ് യൂറിൻ വഴി പുറത്ത് പോയാൽ മാത്രമേ നമ്മുടെ ബോഡി ക്ലീൻ ആവത്തുള്ളൂ. ആവശ്യത്തിന് വെള്ളം കിഡ്നിക്ക് കിട്ടിയാൽ മാത്രമേ കിഡ്നി ഇത് ക്ലീൻ ചെയ്ത് പുറത്ത് പോകത്തുള്ളൂ. ഈ വെള്ളം നമ്മൾ ആരോഗ്യമുള്ള സമയത്ത് കിട്ടാതിരിക്കുമ്പോഴത്തേക്കാണ് കിഡ്നിയിൽ ഫിൽറ്ററിങ് ഡാമേജ് വരുന്നത്. അപ്പം ഈ ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ നന്നായി വെള്ളം കുടിച്ച് വേസ്റ്റ് പുറത്ത് പോയി കഴിഞ്ഞാൽ കിഡ്നി ക്ലീൻ ആവും, ലിവർ ക്ലീൻ ആവും.